നമ്മൾ സാധാരണ കസ്റ്റാർഡ് ഉണ്ടാക്കി കഴിക്കാറുണ്ട്. എന്നാൽ ഈ ഒരു കസ്റ്റാർഡിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്ത് കഴിച്ചു നോക്കാം. നമ്മൾ സാധാരണ കസ്റ്റാർഡിനെ അപേക്ഷിച്ചിട്ട് നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു ഫ്രൈഡ് കസ്റ്റാർഡിന്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് ആദ്യം ഇതിന് വേണ്ടി പാല് വേണം. ഞാനിവിടെ 1 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്. ഈ ഒരു പാല് നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് കസ്റ്റാർഡ് പൗഡർ കലക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു കസ്റ്റാർഡ് പൗഡറിലേക്ക് 3 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാല് ചേർത്ത് ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ കസ്റ്റാർഡ് പൗഡർ പാലിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് പഞ്ചസാര ഈ ഒരു പാലിൽ മിക്സ് ആയിട്ട് പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഒരു 3-4 ഡ്രോപ്സ് വാനില എസൻസ് ചേർത്താൽ മതി. ഈ ഒരു എസൻസ് ചേർത്ത് നമുക്ക് പാല് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായി തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം കുറച്ച് വെക്കാം. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഫ്ലെയിം കൂട്ടി വെച്ച് കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കസ്റ്റാർഡ് കട്ട കെട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ തീ നന്നായി കുറച്ച് വെച്ചതിന് ശേഷം കസ്റ്റാർഡ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കസ്റ്റാർഡ് ഇതിലേക്ക് ഒഴിച്ച ഉടൻ തന്നെ നമ്മളിത് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ മിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് അടിയിൽ കട്ട കെട്ടി നിൽക്കും. അപ്പോൾ ഞാനിവിടെ പാലും കസ്റ്റാർഡും നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ചീസാണ്. ഞാനിവിടെ ഒരു സ്ലൈസ് ചീസ് എടുത്തിട്ടുണ്ട്. ഈ ഒരു ചീസ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചീസ് ഇതിലിട്ട പാടന്നെ നന്നായിട്ട് മിക്സ് ആയിട്ട് വരും. ഈ ഒരു ചീസ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ ഈ ഒരു ചീസ് ചേർത്ത് പിന്നെ ഒരുപാട് സമയം അങ്ങോട്ട് തിളപ്പിച്ചെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഒരുപാട് കട്ടയായി പോകും. അപ്പോൾ അതുകൊണ്ട് ചീസ് നന്നായിട്ട് മിക്സായി വരുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ചീസ് നന്നായിട്ട് നമ്മളെ കസ്റ്റാർഡിൽ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു കസ്റ്റാർഡ് നമുക്ക് ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു കസ്റ്റാർഡ് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. ഈ ഒരു കസ്റ്റാർഡിൻ്റെ ചൂട് പോയി വരുമ്പം തന്നെ ഇതൊന്ന് സെറ്റായിട്ട് വരും. പക്ഷെ നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ട് തന്നെ കസ്റ്റാർഡ് നന്നായിട്ട് തണുത്ത് വരണം. നല്ലവണ്ണം തണുത്താലും മാത്രമേ നമുക്ക് കസ്റ്റാർഡ് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇപ്പോൾ നമ്മുടെ കസ്റ്റാർഡിൻ്റെ ചൂട് പോയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കസ്റ്റാർഡ് നന്നായി തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു 7-8 മണിക്കൂറോളം ഇതിനെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കസ്റ്റാർഡ് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. പക്ഷേ ഇത് നന്നായി തണുക്കുന്നതിന് മുമ്പ് നമ്മൾ ഇതിനടുത്ത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇത് പൊട്ടിപ്പോകും. അപ്പോൾ ഈ ഒരു കസ്റ്റാർഡ് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. നന്നായി തണുപ്പിച്ചെടുത്ത് ഫ്രൈ ചെയ്താലും മാത്രമേ നമുക്കിത് പൊട്ടിപ്പോകാതെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുകയുള്ളൂ. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമുക്ക് കസ്റ്റാർഡിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പെട്ടെന്ന് പൊട്ടിപ്പോകും. അപ്പോൾ കുറച്ച് വലുതായിട്ട് തന്നെ കട്ട് ചെയ്തിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെയാണ് ഫ്രൈ ചെയ്യുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് ബട്ടർ ചേർത്ത് കൊടുക്കാം. ഈ ഒരു ബട്ടറിൽ ഇത് ഫ്രൈ ചെയ്യുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. അപ്പോൾ ബട്ടർ ചേർത്ത് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. പാൻ നന്നായി ചൂടായതിനു ശേഷം വേണം ബട്ടർ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ബട്ടർ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. ഈ ഒരു ചൂടുള്ള പാനിലിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്യാൻ. ഇനി ഒരു നല്ലവണ്ണം ചൂടായ ബട്ടറിൽ നമുക്ക് കസ്റ്റാർഡ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ഒരു കസ്റ്റാർഡ് പെട്ടെന്ന് കളർ മാറി കിട്ടുകയുള്ളൂ. കാരണം നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് ടൈം എടുത്ത് ഫ്രൈ ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ കസ്റ്റാർഡ് പൊട്ടിപ്പോകും. അതുകൊണ്ട് ബട്ടർ നന്നായി ചൂടാക്കിയതിന് ശേഷം മാത്രം കസ്റ്റാർഡ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് കസ്റ്റാർഡിൻ്റെ കളർ മാറിക്കിട്ടും. അടിഭാഗം ഒന്ന് കളർ മാറി വരുമ്പോൾ തിരിച്ചിട്ട് മുകൾ ഭാഗം ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പെട്ടെന്ന് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നമുക്ക് മുഴുവൻ പീസും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.